നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെരുപ്പിടാതെ ജാസ്മിൻ ടോയ്ലറ്റിൽ പോകുന്നതും ഉപയോഗിച്ച ടിഷ്യൂകൾ വേസ്റ്റ് ബിന്നിൽ ഇടാതെ കട്ടിലിലടക്കം ഉപേക്ഷിക്കുന്നത് വീട്ടിലെ മറ്റംഗങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഉപയോഗശേഷം ജാസ്മിൻ ടിഷ്യൂ പേപ്പർ ബെഡിൽ തന്നെ വെച്ചുവെന്ന് ജിൻഡോ പറഞ്ഞതോടെയാണ് ജാസ്മിന്റെ വൃത്തിയില്ലായ്മയെക്കുറിച്ചുള്ള ചർച്ച വീണ്ടും ആരംഭിച്ചത്. ബാത്റൂമിൽ പോലും ജാസ്മിൻ ചെരുപ്പിടാറില്ലെന്നും ജിൻഡോ പറഞ്ഞിരുന്നു. ഇത് വലിയ തർക്കത്തിനാണ് വഴിവെച്ചത്. താൻ ബാത്റൂമിൽ ചെരുപ്പിട്ടിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്നും ഇറങ്ങുമ്പോൾ കാല് കഴുകിയിട്ടാണ് ഇറങ്ങുന്നതെന്നും ജാസ്മിൻ മറുപടിയായി ജിൻഡോയോട് പറഞ്ഞു. ആ കാലും വെച്ചാണ് സോഫയിൽ കാലും കയറ്റി ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ജിൻഡോയും എതിർത്തു. ഇതുകൂടി കേട്ടതോടെ മനഃപൂർവ്വം ജാസ്മിൻ സോഫയിൽ കാൽ കയറ്റി വെച്ചു. ചെരുപ്പില്ലാതെ നടന്നിട്ട് സോഫയിലൊന്നും അങ്ങനെ കാലും കയറ്റി വെച്ചിരിക്കല്ലേ എന്ന് ഹൗസ്മേറ്റ്സും ജാസ്മിനോടായി പറഞ്ഞു. ബാത്റൂമിൽ പോകുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കാത്തതിനെ കുറിച്ചടക്കം മോഹൻലാൽ ജാസ്മിനുമായി സംസാരിക്കുന്നുണ്ട്. വീണ്ടും ഹൈജീൻ ചർച്ചാ വിഷയമാകുന്നുവെന്ന് പറഞ്ഞാണ് ലാലേട്ടൻ സംസാരിച്ചു തുടങ്ങിയത്. പിന്നീട് ചെരുപ്പിടാറില്ലേ എന്ന് ലാലേട്ടൻ ജാസ്മിനോടായി ചോദിക്കുന്നു. ചെരുപ്പിടാറില്ലെന്നും അതിനിവിടെ ചെളിയും അഴുക്കുമൊന്നും ഇല്ലാത്തതിനാൽ എൻ്റെ കംഫർട്ട് എന്ന രീതിയിൽ ചെരുപ്പിടാത്തതാണെന്നും ജാസ്മിൻ മറുപടിയായി ലാലേട്ടനോട് പറഞ്ഞു. നമ്മുടെ കംഫർട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ബിഗ് ബോസ് ഹൗസ് എന്നായിരുന്നു ലാലേട്ടൻ അതിന് തിരിച്ച് ജാസ്മിനോടായി പറഞ്ഞത്. ശേഷം തന്നെ മാത്രം എയിം ചെയ്താണ് ലാലേട്ടൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞതോടെ ലാൽ ക്ഷുഭിതനായി. അത് അങ്ങനെയല്ലെന്നും നിങ്ങൾ മാത്രമേ ചെരുപ്പിടാറെ നടക്കുന്നുള്ളൂ എന്നാണ് ഹൗസിലുള്ളവർ പറയുന്നതെന്നും ഞാൻ എന്തിനു നിങ്ങളെ എയിം ചെയ്യണമെന്നും ക്ഷുഭിതനായി ലാലേട്ടൻ ജാസ്മിനോട് ചോദിക്കുന്നു. പ്രമോ പുറത്തു വന്നതോടെ ജാസ്മിനോട് അത് ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.